മടുപ്പിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ വേണ്ടിയിരുന്നു എന്നാണ് ചോദ്യം. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യം കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിന് MLA-മാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്കാണ് യോഗം ചേരാൻ പോകുന്നത്. AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരിക്കും ആ പ്രഖ്യാപനം എന്നുകൂടി ഇപ്പോൾ വ്യക്തത വരുന്നുണ്ട്. അപ്പോൾ ആ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എത്തിയിരിക്കുന്നു. ആ പേരുകൾ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മനസ്സിലാണ്. ആ മനസ്സിലുള്ള പേരുകൾ എന്താകും എന്നത് നാളെ കേരളത്തിനറിയാം. അത് VD സതീശനാണോ, KC വേണുഗോപാലാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. VD സതീശന് വേണ്ടി വലിയ തോതിൽ മുറവിളി ഉയരുന്നു. ഘടകകക്ഷികൾ VD സതീശന് വേണ്ടി വാദിക്കുന്നു. VD സതീശന് വേണ്ടി ജനവികാരമുണ്ടാകുന്നു എന്ന തരത്തിലൊക്കെ തന്നെയുള്ള ഒരുപാട് മെയിൽ സന്ദേശങ്ങളും ഫോൺ വിളികളും ഒക്കെ തന്നെ ഹൈക്കമാൻഡിൽ എത്തിയതോടെയാണ് ഈ ചർച്ചകൾ വേറൊരു ദിശയിലേക്ക് മാറാൻ തുടങ്ങിയത്. സാധാരണ കോൺഗ്രസ് ഹൈക്കമാൻഡ് AICC ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത് MLA-മാരുടെ യോഗം വിളിച്ച ശേഷം ഭൂരിഭാഗം MLA-മാർ ആർക്ക് അനുകൂലമായിട്ടാണോ പറയുന്നത് ആ ഒരു തീരുമാനം പ്രധാന ഒരു നിലപാടായി എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആ അസാധാരണ സാഹചര്യമാണ് ഈ തീരുമാനം ഇത്രയും വൈകിപ്പിച്ചത്. പക്ഷേ ഈ പ്രഖ്യാപനം വൈകിപ്പിച്ചത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ മടുപ്പിച്ചിട്ടുണ്ട്. കാരണം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് ചീഫ് സെക്രട്ടറി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫയലുകൾ നീങ്ങാനുണ്ട്. വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഹൈക്കമാൻഡിൻ്റെ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രഖ്യാപനം വരുമ്പോൾ അതിനുശേഷം എന്തുണ്ടാകും എന്നതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.